പിന്നെ നമ്മുടെ സപ്തഗിരി കോളേജ് ഉണ്ടല്ലോ, സപ്തഗിരി കോളേജിൻ്റെ അടുത്ത് ജാലഹള്ളിയുള്ളൊരു പിന്നെ ഇതാട്ടത് പിന്നെ കഫയാണ്. കഫയല്ല, റോളിൻ്റെ ഷോപ്പാണ്. ഏകദേശം ഒരു 18 പിന്നെ 15 18 20 ഈ റേഞ്ചിന് അവിടുത്തെ കച്ചവടം. വീക്കെൻഡ് 20, ബാക്കി ദിവസം 15 കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സപ്തഗിരി ജംഗ്ഷൻ തന്നെ. ജംഗ്ഷൻ കാണിച്ചാൽ, ഷോപ്പിനുള്ളിൽ കാണിച്ചാൽ, കച്ചവടം കാണിച്ചാൽ, മാൾ ജംഗ്ഷൻ. എപ്പോഴും നമ്മുടെ ആചാര്യ കോളേജിൻ്റെ അക്കോമഡേഷന്, പിന്നെ അതേപോലെ തന്നെ സപ്തഗിരി യൂണിവേഴ്സിറ്റി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വെറും കോളേജുകൾ മാത്രമേ ഫുള്ള് കോളേജ് കുട്ടികൾ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ ഹോളിഡേ അല്ല, സൺഡേ നമ്മുടെ നിൽക്കാൻ കഴിയില്ല, അത്ര ജനങ്ങളുണ്ടാവും ഇവിടെ. പിന്നെ എന്താ സപ്തഗിരി ജംഗ്ഷന്, ആ ജംഗ്ഷനിൽ സാധനം കിടക്കുന്നത് പിന്നെ ജാലഹള്ളിയിലാണ്. അപ്പോൾ പിന്നെ റീൽസ് നാളെ കഴിഞ്ഞ് മറ്റന്നാടും. അതാണ് സാധനം. ഇതാ ജംഗ്ഷനിൽ, ഈ ജംഗ്ഷനിൽ നല്ല നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. അതൊക്കെ നല്ല എപ്പോഴും നല്ല പാസ് ചെയ്യുന്ന സമയ സ്ഥലമാണ്, കുട്ടികളുള്ള സ്ഥലമാണ്. പിന്നെ സപ്തഗിരി കോളേജാണ് അടുത്തുള്ളത്. അതുപോലെ തന്നെ ആചാര്യ കോളേജ് അതിൻ്റെ അടുത്തുള്ള ഒരു റോളിൻ്റെ ഇതാണ്, റോളാണ്. അതുകൊണ്ട് തന്നെ റോളാണ്, റെസ്റ്റോറൻ്റ് അല്ല, മെയിൻ അവിടുത്തെ റോളാണ്. ചിക്കൻ റോളുകൾ, മറ്റേ റോൾസാണ്. അപ്പോൾ റോൾസ് ട്രെൻഡാണല്ലോ. ഏകദേശം ഒരു 20 റുപ്യ വീക്കെൻഡിൽ, 18 നോർമൽ ഡേയ്സ് 15 കണക്ക് എത്ര കണക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു 10 ദിവസം കുറച്ച് കുറവാണ്, കാരണം ദസറക്ക് അവധി ആയതുകൊണ്ട് കുട്ടികളൊക്കെ പോയിക്കുന്നത്. പിന്നെ കോളേജിൻ്റെ കച്ചവടം അറിയാലോ, ഇതൊക്കെ അത് തന്നെ പറയാം. കോളേജിൻ്റെ കച്ചവടമാണ്. കോളേജ് അടച്ചാൽ കച്ചവടം കുറയും, ഒരു 20-30% കുറയും. പിന്നെ കോളേജ് ക്ലോസ് ചെയ്താൽ. പിന്നെ ഇത് നമ്മൾ ലൈവ് ഇപ്പോൾ കുറച്ച് 2-3 ദിവസം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിലേക്ക് മാറ്റുകയാണ്. കാരണം ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരികയാണ്. പിന്നെ കുറേ ആൾക്കാർ പറയും കുറേ കൺഫ്യൂഷനാണ് റീൽസും ലൈവും. അപ്പോൾ ലൈവ് യൂട്യൂബിലേക്കോ അല്ലെങ്കിൽ വേറൊരു ചാനലിലേക്ക് മാറ്റാമെന്നുള്ളതാണ് കുറേ ആൾക്കാരുടെ സജഷൻ. നമ്മൾ സജഷൻ നല്ലോണം സ്വീകരിക്കലുണ്ട്. പിന്നെ ഷോപ്പ് കാണിച്ചു തരാം. ആ ഷോപ്പ് കിച്ചണ്, റൂമ്. ഇത് ഷവർമ്മ അല്ലേ? ആ ഷവർമ്മ ഉണ്ട്, ഇതുണ്ടോ? ശരിയാണ്. അപ്പോൾ ഞാൻ അതൊന്നും ഡെയിലിൻ്റെ കച്ചവടം. അതാ പെറ്റ് പൂജ പിന്നെ പേടിക്കാൻ കറക്റ്റ് എല്ലാവർക്കും കിട്ടുമല്ലോ. എന്താ നമ്മൾ ഉള്ളത് കറക്റ്റായിട്ട് കാരണം കൊടുത്താൽ പണി വരുന്നവർക്ക് കച്ചവടം ഉണ്ടാക്കാൻ മസീലിന്റെ കേസല്ല. അപ്പോൾ ദസറയാണ്, കുട്ടികളൊക്കെ മതിയാണ്. അതറിയാതെ അറിയാം, അതിന് മുമ്പുള്ള കളിച്ചാൽ അതെല്ലാവർക്കും അറിയാലോ ദസറ എന്നുള്ളത്. ഐറ്റം ചെയ്ത് ഡേറ്റ് വൈസ് ഇതൊന്നും എടുക്കടാ, അതിലെ പോലെ ഡേറ്റ് പഴയ ഡേറ്റ് റിപ്പോർട്ട്സ് ആണ്. കാറ്റഗറി ഐറ്റം സെയിൽ സമ്മറിയിൽ ഉണ്ടാവില്ലേ? ഞാൻ ഓരോ ദിവസം വെച്ച് മാങ്ങ ഒരു മാസത്തായാലും മതി, കുഴപ്പമൊന്നുമില്ല. നമ്മളിത് പറയുന്നത് കറക്റ്റാണ്, അതിലാണ് ഒന്നുമില്ല. കഴിഞ്ഞ മാസമാണെങ്കിൽ ഒരു സുതാര്യമായ കച്ചവടം. കഴിഞ്ഞ മാസം ഏകദേശം ഒരു 10 ദിവസം റാൻഡം 10 ദിവസം എടുക്കട്ടോ. ഇത് 11 ഓഗസ്റ്റ് 2 കേട്ടോ. ഇതും 11, 12 ഓഗസ്റ്റ് മഴയുള്ള സമയല്ലേ? മഴക്കാലം മഴയുള്ള സമയം ഏതെങ്കിലും ഒരു ഇത് കുഴപ്പമില്ല. എല്ലാ ദിവസവും കാണാൻ ബുക്കുണ്ടോ? ബുക്ക് ഇതൊന്നും കണ്ടോട്ടെ. ഞാൻ കൂടിയത് 13 കാണില്ലേ? 19 ഇത് ഒരു ഓഫർ 2 ദിവസം കേട്ടോ. ഓഫർ ഓഫർ 30 റുപ്യ. 30
ആ മറ്റത് കണ്ടോട്ടെ അതൊക്കെ കാണട്ടെ. പതിമൂന്ന് 800 സെപ്റ്റംബറിലാട്ടോ 19 1921. ഇനി ബുക്ക് നോക്കണം. ബുക്ക് എടുത്താ ഞാൻ മതി ആവറേജ് നമ്മൾ പറഞ്ഞിടത്ത് കറക്റ്റ് ഉണ്ടോ മതി. ബാക്കി അവർ വന്നോളൂ. ഇപ്പൊ എന്താ അറിയോ, ഇപ്പൊ കച്ചവടം ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ പറയില്ലേ. കാരണം പണി ഇറങ്ങിയവർക്ക് അതിന്റെ പണി ഇറങ്ങിയ ആൾക്കാർക്ക് എല്ലാ കുട്ടികളും ഇത് ലൈവ് ആണ്. എല്ലാ കുട്ടികളും ഫുൾ കോളേജ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഒരു 14 to 16 ഇടയിൽ ഉണ്ടാവും. പിന്നെ ഓണം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഒരു 10-20-30% കുറയും. ഇത് RR കോളേജാണ്. ഇവിടെ ആചാര്യ ഉണ്ട്. RR കോളേജ് ഇവിടെ തന്നെ അല്ലേ? 3 കോളേജ് ഉണ്ടല്ലേ? ആചാര്യ, 4 കോളേജ് ഉണ്ട്. ആചാര്യ, സപ്തഗിരി, ആധാർ, പിന്നെ വേറെ ധന്വന്തിരി, വാഗ്ദേവി കോളേജ് എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 18 രൂപേന്റെ ഞായറാഴ്ച വീക്കെൻഡ് 18-20 രൂപേന്റെ കച്ചവടം ഉണ്ടാവും. അല്ലെങ്കിൽ 16 to 17 ഇടയിൽ ഉണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുറയും. കുട്ടികളുടെ കുട്ടികൾ കോളേജിന്റെ ഏരിയ അല്ലേ? അപ്പം പിന്നെ കാര്യങ്ങളൊക്കെ ഓണർ തന്നെ വ്യക്തമായി തരുന്നുണ്ട്. പിന്നെ അപ്പം പരമാവധി എന്ത് ചെയ്യാം, ആർക്കാ താല്പര്യമുള്ള ആളുകൾ മാക്സിമം ഷെയർ ചെയ്തൊരിക്കും. നാളെ കഴിഞ്ഞ് മറ്റേ നമുക്ക് ഇതിൻ്റെ റീൽസ് ഇടാം. പിന്നെ റീൽസിൽ ബാക്കി കാര്യങ്ങളെല്ലാം റീൽസ് പറയാം. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റീൽസ് ഉള്ളത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതേപോലെ തന്നെ ഈ മാസം നമ്മൾ അടുത്ത മാസം മുതൽ യൂട്യൂബിലേക്ക് മാറ്റുകയാണ്. ചെറിയ കൺഫ്യൂഷൻ വന്നിട്ട്. അപ്പോൾ ഇത് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താങ്ക് യു.